ഇന്ന് വളരെ നല്ല ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തരാവേ. തിരുവനന്തപുരത്ത് നന്തൻകുടി ജംഗ്ഷനിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അമൃതം റെസ്റ്റോറൻറ്റ്. ഫസ്റ്റ് ഫ്ലോറിലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ. വോൾസിലൊക്കെ നിറച്ച് പെയിൻറ്റിങ്സും മ്യൂറൽ ആ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സും പഴയ ടൈപ്പ് ഓഫ് എന്താ പറയുക ടൈൽസും ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആയിട്ടുള്ള വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ടാട്ടോ പോയത്. നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പാർട്ടിക്കൊക്കെ നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പം അധികം കിട്ടാൻ തന്നെ ഇല്ല. ഇവിടുത്തെ യൂട്ടൻസിൽസൊക്കെ തന്നെ കണ്ടോ, ബ്രാസ് കോട്ടഡാണ്. ഈവൻ പ്ലേറ്റ്സ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിൽ പോലും വോൾസിലൊക്കെ നിറയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, ഒരു എന്താ പറയുക നല്ലൊരു എസ്തെറ്റിക് സെൻസിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, വോൾസിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഒരു പുതുമയാർന്ന ആംബിയൻസ്. ഇനി ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബട്ടർ നാനും അതേപോലെ തന്നെ പനീർ ബട്ടർ മസാല, പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ താലിയും ഒരു സൗത്ത് ഇന്ത്യൻ താലിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് സൗത്ത് ഇന്ത്യൻ താലി. സൗത്ത് ഇന്ത്യൻ താലിയുടെ കൂടെയും ഇതുപോലൊരു ചപ്പാത്തിയും പിന്നെ വൈറ്റ് ജയ റൈസാണ് കേട്ടോ, വൈറ്റ് റൈസാണ്, നമ്മുടെ ചമ്പയല്ല. ഇത് നോർത്ത് ഇന്ത്യൻ താലിയായിരുന്നു. ഇതിൻ്റെ കൂടെ മറ്റേ ഒരു സ്പൈസി ആയിട്ടുള്ള പപ്പടുണ്ട്, പിന്നെ നല്ലൊരു പറാഠ, പിന്നെ കുറച്ച് ജീര റൈസ്, പിന്നെ ബാക്കിയുള്ള ആക്സസറീസ്. ഓക്കെ. ഇതിൻ്റെ കൂടെയും പനീർ ബട്ടർ മസാലയുണ്ട്, അതേപോലെ ചന മസാല ഉണ്ടായിരുന്നു, കേസരി ഉണ്ട്, പിന്നെ സാലഡ്സും പിന്നെ ദാൽ ഫ്രൈയും ഉണ്ട്. ഓക്കെ. ഈ പറാട്ട നല്ല നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. നല്ല ഒറ്റ കൈ വെച്ച് നമുക്കിങ്ങനെ അതെടുക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പനീർ ബട്ടർ മസാല പറയാതിരിക്കാൻ വയ്യ. പനീറൊക്കെ അലിഞ്ഞു പോകുന്ന പോലെ അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് എൻജോയ് ചെയ്തു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അധികം മസാലയുടെ അധിക പ്രസരണമൊന്നും ഇല്ലാത്ത വളരെ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ താലി മീൽസും. ഉച്ചയ്ക്ക് താലി മീൽസേ കിട്ടുള്ളൂ കേട്ടോ. ദോശ ഐറ്റംസൊക്കെ രാവിലെയും വൈകിട്ടേ ഉള്ളൂ. ഈ പായസം ലാസ്റ്റ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പിന്നെ അവർ നല്ല സ്നേഹമായിട്ടാട്ടോ വിളമ്പി തരുന്നതും ഒക്കെ. നമ്മൾ കറിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും തരും, പായസമൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ ഒക്കെ തന്നു. അങ്ങനെ നല്ലൊരു ലഞ്ചായിരുന്നു. നിങ്ങൾ വെജിറ്റേറിയൻ മീൽസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് വരണം. ഭയങ്കര ഒരു ഹൈഫൈ ഒരു ഇതല്ല, എന്നാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസും ഒരു നല്ല എലഗൻറ്റ് കാം സെറീനായിട്ടുള്ളൊരു പ്ലേസുമാണ്. ഇരുന്ന് നമുക്കിന്ന് ചിൽ ഔട്ട് ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും. നമുക്ക് ചിൽ ഔട്ട് ചെയ്താൽ മാത്രം പോരല്ലോ, നല്ല ഫുഡായിരിക്കണമല്ലോ അല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.